നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സങ്കീർണവും എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ശക്തി അല്ലെങ്കിൽ പവർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു രൂപമാണ് ശിവൻ, അല്ലേ? പക്ഷേ സംഹാരത്തിന്റെ മൂർത്തിയായിട്ടാണ് നമ്മൾ ശിവനെ കൂടുതലും കാണുന്നത്. അങ്ങനെയുള്ള ഒരാളെ പിന്നെ എങ്ങനെയാണ് മഹാദേവൻ, അതായത് ദേവന്മാരുടെയെല്ലാം ദേവൻ എന്ന് വിളിക്കുന്നത്? നമുക്കിതിന്റെ ഉത്തരമൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോ ഈ ഒരു ആശയം ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്കിതിനെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ച് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം ശിവനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഒരു പ്രധാനപ്പെട്ട വിരോധാഭാസത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോണത്. ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം. കാരണം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെയുള്ള നമ്മുടെ സാധാരണ കാഴ്ചപ്പാടുകളെ ശരിക്കും ചോദ്യം ചെയ്യുന്ന ഒന്നാണിത്. സത്യം പറഞ്ഞ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ്. ശിവനെ വെറും ഒരു സംഹാരകൻ എന്ന ലേബലിൽ ഒതുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ശിവന്റെ യഥാർത്ഥ ശക്തി സംഹാരത്തിലല്ല, മറിച്ച് ഒരു സമ്പൂർണമായ സന്തുലിതാവസ്ഥയിലാണ്. ഒരേ സമയം ഏറ്റവും ശാന്തനാവാനും അതേസമയം ഏറ്റവും രൗദ്രനാവാനുമുള്ള ആ ഒരു കഴിവ്, അതാണ് കാതൽ. ഈ സന്തുലിതാവസ്ഥയെന്ന ആശയം മനസ്സിലാക്കാൻ ഈ സ്ലൈഡ് നോക്കിയാൽ മതി. ഒരു വശത്ത് ഹിമാലയത്തിൽ ധ്യാനിക്കുന്ന പരമശാന്തനായ ഒരു യോഗി, അല്ലേ? ഇനി മറുവശത്തോ പ്രപഞ്ചം മുഴുവൻ ഇളക്കിമറിക്കുന്ന താണ്ഡവമാടുന്ന രൗദ്രമൂർത്തി. ഇവ രണ്ടും ഒരേ ശക്തിയുടെ 2 മുഖങ്ങളാണ്. ഈ ഒരു പെർഫെക്റ്റ് ബാലൻസാണ് യഥാർത്ഥ ശക്തി. ഇനി നമുക്ക് ശിവന്റെ ശക്തിയുടെ 3 അടിസ്ഥാന തൂണുകളിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തേതെന്താണെന്ന് നോക്കാം. ശിവനെ മഹാകാലൻ എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ അർത്ഥമെന്താ? കാലത്തിനും അതീതനായവൻ. നമ്മളെല്ലാവരും ഭയക്കുന്ന സമയത്തെയും മരണത്തെയും പൂർണ്ണമായി ജയിച്ച ഒരാള്. കാലത്തെ ജയിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മരണഭയത്തെയും ജയിച്ചു എന്നാണ്. അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ, ഭയമില്ലാത്ത ഒരാളെ ആർക്കാണ് തോൽപ്പിക്കാൻ പറ്റുക, അല്ലേ? യമനെ പോലും തടഞ്ഞു നിർത്തിയ ശിവന്റെ കഥ നമുക്കറിയാം. ഇതൊരു വെറും കഥയല്ല, മരണഭയത്തെ ഇല്ലാതാക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി എന്നൊരു വലിയ തത്വമാണത് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാലം എന്ന പുറമെയുള്ള ശക്തിയിൽ നിന്ന് നമുക്കിനി ഉള്ളിലുള്ള ശക്തിയിലേക്ക് വരാം. ഇതാണ് ശക്തിയുടെ 2ാമത്തെ തൂൺ. ശിവനാണ് ആദിയോഗി, അതായത് ആദ്യത്തെ യോഗി. ശാരീരികമായ കരുത്തിനേക്കാൾ എത്രയോ വലുതാണ് മാനസികമായ ശക്തിയെന്ന് ആദ്യമായി കാണിച്ചു തന്നത് അദ്ദേഹമാണ്. ഇതൊരു ഭയങ്കര പവർഫുൾ ഐഡിയ ആണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കണ്ണടച്ച് ഒരിടത്ത് അനങ്ങാതെ ധ്യാനത്തിലിരുന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. അത് വേറെ ലെവൽ ശക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ മസിൽ പവറിനേക്കാൾ എത്രയോ മുകളിലാണ് മൈൻഡ് പവർ. ഇനി നമ്മൾ എത്തുന്നത് ശിവന്റെ ശക്തിയുടെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ്. അത് ത്യാഗത്തിന്റെ ശക്തിയാണ്. പാലാഴി മഥനത്തിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ? ദേവന്മാരും അസുരന്മാരും അമൃതിനു വേണ്ടി കടൽ കടയുന്നു. പക്ഷേ ആദ്യം പുറത്തുവരുന്നതെന്താ? കാളകൂടവിഷം. ലോകം മുഴുവൻ നശിച്ചുപോകുമെന്ന് പേടിച്ച് എല്ലാവരും ഓടിമാറിയപ്പോ ആ വിഷം കുടിക്കാൻ തയ്യാറായത് ശിവൻ മാത്രമാണ്. അപ്പോ ഈ കഥയുടെ ഗുണപാഠം എന്താണ്? യഥാർത്ഥ ശക്തി എന്നത് നശിപ്പിക്കാനുള്ള കഴിവിലല്ല, മറിച്ച് സംരക്ഷിക്കാൻ വേണ്ടി ത്യാഗം ചെയ്യാനുള്ള മനസ്സിലാണ്. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് മഹാദേവൻ എന്ന വാക്കിന് എന്താണ് ശരിക്കും അർത്ഥം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് മഹാദേവന്റെ ശക്തിയുടെ ആ രഹസ്യം. 1, കാലത്തെ ജയിച്ചതുകൊണ്ടുള്ള ഭയമില്ലായ്മ. 2, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. പിന്നെ 3ാമത്തേത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുണയും ത്യാഗവും. ഈ 3ഉം ചേരുമ്പോഴാണ് ആ പരമമായ ശക്തിയുണ്ടാകുന്നത്. ഈയൊരു പ്രത്യേകത കൊണ്ടാണ് ശിവൻ ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായത്. നോക്കൂ, ശ്രീരാമനും ആരാധിക്കുന്നുണ്ട്, അതേസമയം രാവണനും ആരാധിക്കുന്നു. കാരണം ഈ ശക്തി കക്ഷികൾക്കും തർക്കങ്ങൾക്കുമൊക്കെ മുകളിലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: യഥാർത്ഥ ശക്തി കിടക്കുന്നത് ആയുധങ്ങളിലോ അധികാരത്തിലോ ഒന്നുമല്ല. അത് സ്വയം നിയന്ത്രിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാനുമുള്ള ആ ഒരു അറിവിലാണ്. അതാണ് ശിവനെ മഹാദേവനാക്കുന്നത്. അപ്പോ ഇതെല്ലാം നമ്മളെ ആ പഴയ ചോദ്യത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്നു. എന്താണ് യഥാർത്ഥ ശക്തി? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി അറിയിക്കുമല്ലോ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.